ദൃശ്യത്തിലെ പോലെ അഭിനയം കാഴ്ചവെച്ചിരിക്കുകയായിരുന്നു ഇന്ന് അൻസിബ. അപ്പൊ പക്ക ഡ്രാമയായിരുന്നു അൻസിബയുടെ എന്ന് വേണം പറയാനായിട്ട്. ശരിക്കും പറഞ്ഞ അൻസിബ അവിടെ എക്സ്പോസ് ആവുകയാണ് ഉണ്ടായത്. റസ്മിനെ ആദ്യം ജാസ്മിൻ വന്ന് വിളിച്ചപ്പോൾ റസ്മിൻ ശരിക്കും പറഞ്ഞ ജാസ്മിന്റെ പെർഫോമൻസ് കാണാൻ റെഡി ആയിരുന്നു. എല്ലാവരോടും വന്നിരിക്കുന്നുള്ള രീതിയിലൊക്കെ റസ്മിൻ അവിടെ ആദ്യം പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം കിച്ചണിൽ വെച്ചിട്ട് കാണാൻ അൻസിബ പറയുന്നത് ജാസ്മിൻ ഇതിൽ പോകണ്ടെന്ന്. അതുകൊണ്ടാണ് പിന്നെ ജാസ്മിന്റെ പെർഫോമൻസ് കാണാൻ വേണ്ടി റസ്മിൻ ശരിക്കും പോകാണ്ടിരുന്നത്. ഈ കാര്യം ജാസ്മിൻ പിന്നീട് അപ്സരോടും പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞ അൻസിബയാണ് വിടാതിരുന്നത് എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ജാസ്മിനെ പിന്നെ റസ്മിൻ പിടിച്ച് ഉന്തലും വഴക്കൊക്കെ കഴിഞ്ഞു. അതിനുശേഷം റസ്മിനെ ആയിട്ട് അൻസിബ മാറ്റിക്കൊണ്ടു. അപ്പത്തേക്ക് അപ്സരയും വരുന്നുണ്ട്. അപ്പൊ അപ്സര റസ്മിനെ പിടിക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്കും അൻസിബ അപ്സരയുടെ വരെ പൊട്ടിത്തെറിക്കുകയാണ്. ഈ അവസരം മുതലെടുക്കാൻ വേണ്ടി നോക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തിലും കയറി വന്നോളും എന്നുള്ള രീതിയിലൊക്കെ അൻസിബ അവിടെ പറയുന്നുണ്ടായിരുന്നു അപ്സരേനെ. ആ സമയത്ത് ഇപ്പൊ റസ്മിൻ പറയുന്നുണ്ട് അൻസിബോട് മിണ്ടാതിരിക്കാനായിട്ട്. അപ്പൊ ആ സമയത്തൊന്നും പാനിക് അറ്റാക്കില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ലീവിംഗ് റൂമിലൊക്കെ വന്നിരുന്ന് കഴിഞ്ഞിട്ട് ജാസ്മിൻ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ശ്വേതയാണെങ്കിലും ജാസ്മിനെ ഭയങ്കരമായിട്ട് സാരില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ അപ്പൊ തൊട്ടാണ് പിന്നെ അൻസിബിക്ക് പ്രശ്നമൊക്കെ തുടങ്ങുന്നത്. അൻസിബി ഇങ്ങനെ ഒരു പ്രത്യേക മോഡിൽ വന്നിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ അൻസിബ ശരിക്കും പറഞ്ഞാൽ ആക്ട് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ പോയിരുന്നിട്ടാണ് എണ്ണയുടെ പ്രശ്നമൊക്കെ എടുത്തിടുന്നത്. ഗ്യാസിന്റെ അവിടെ ചുന്തുന്നുള്ള പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത് റസ്മിൻ തന്നെയാണ്. അപ്പൊ റസ്മിനായിട്ട് അൻസിബ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റോക്കി വിഷയത്തിൽ റോക്കിനെ തന്നെയായിരുന്നു അൻസിബ സപ്പോർട്ട് ചെയ്തിരുന്നത്. അതുപോലെ അൻസിബയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിനെ ഒട്ടും ഇഷ്ടമല്ല. ഫുൾ ടൈം ആ റൂമിലിരുന്ന ജാസ്മിനെ കുറ്റം തന്നെയായിരുന്നു. അപ്സരയും ജാസ്മിനും സംസാരിക്കുമ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് അൻസിബയുടെ യഥാർത്ഥ ക്യാരക്ടർ തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത് എന്നൊക്കെ. പുള്ളിക്കാരി പോകണ്ടെന്ന് പറയുകയും ചെയ്തു. അതിൽ നിന്ന് പ്രശ്നം തുടങ്ങിയിട്ട് പിന്നെ റസ്മിൻ ഇങ്ങനെയൊക്കെ വന്നല്ലോ, അതാണ് പുള്ളിക്കാരി അവിടെ ഇരുന്ന് കരഞ്ഞത്. അല്ലാണ്ട് വേറെയൊന്നുമല്ല. പുള്ളിക്കാരിക്ക് പുറത്ത് നെഗറ്റീവ് ആവാണ്ടിരിക്കാൻ വേണ്ടി ഓർത്തപ്പോ ഒരു ഡ്രാമ അങ്ങ് നടത്തി, അത്രേ ഉള്ളൂ. എന്താണ് നിങ്ങൾക്ക് തോന്നിയത്? അൻസിബയുടെ ആക്ടിങ് ആയിരുന്നോ?